പുൽവാമ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ കറുത്ത അടയാളമായല്ല അത് രേഖപ്പെടുത്തേണ്ടത്, ചുവന്ന അടയാളമാണ്. കാരണം ധീരമായ പോരാട്ടം അത് തന്നെയാണ് പുൽവാമ നമ്മളോട് പറയുന്നത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഓർമ്മയിൽ രാജ്യം 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം നടന്നത്. 40 ജവാന്മാർ വീരമൃത്യു വരിച്ചു. പകരം അതിർത്തി കടന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകര കേന്ദ്രങ്ങളിൽ എയർ സ്ട്രൈക്ക് നടത്തിയാണ് രാജ്യം പുൽവാമയിൽ വീണ ചോരയ്ക്ക് പകരം ചോദിച്ചത്. ലത്പോറയിലെ സ്മാരകത്തിൽ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ആ റിപ്പോർട്ട് ആദ്യം കണ്ടുവരും. ജമ്മു കശ്മീരിൽ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് 7 വർഷം തികയുകയാണ്. 2019 ഫെബ്രുവരി 14 ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയായിരുന്ന സൈനികരെയാണ് ഭീകരർ ലക്ഷ്യം വെച്ചത്. ദേശീയപാത 44 പുൽവാമയിൽ അവന്തിപ്പുരയ്ക്ക് സമീപമെത്തിയപ്പോൾ CRPF വാഹനവ്യൂഹത്തിലേക്ക് ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റി. ശക്തമായ സ്ഫോടനത്തിൽ രാജ്യത്തിന് 40 ധീര ജവാന്മാരെ നഷ്ടമായി. നിരവധി പേർക്ക് പരിക്കേറ്റു. സൈനികരുടെ ജീവത്യാഗം വെറുതെയാകില്ലെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭരണ നേതൃത്വവും ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകാൻ സൈന്യത്തോട് നിർദ്ദേശിച്ചു. ഭീകരാക്രമണത്തിന്റെ 12ാം ദിനം ഫെബ്രുവരി 26 പുലർച്ചെ വ്യോമസേനയുടെ മിറാഷ് യുദ്ധവിമാനം അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ പറന്നെത്തി. ബലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പുകളിൽ മിന്നലാക്രമണം നടത്തിയാണ് പുൽവാമയിൽ വീണ ധീരന്മാരുടെ ചോരയ്ക്ക് രാജ്യം പകരം ചോദിച്ചത്. കൂടാതെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് മേലുള്ള കടന്നുകയറ്റത്തിന് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം കൂടിയാണ് അന്ന് ഭാരതം നടത്തിയത്. പുൽവാമ ഭീകരാക്രമണം അന്വേഷിച്ച NIA ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഉൾപ്പെടെ 19 പേർക്കെതിരെ 2020 ഓഗസ്റ്റിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മസൂദ് അസറിനെ പിന്നീട് UN രക്ഷാസമിതി ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മൾക്ക് 40 ആ ധീര സൈനികരെ ഓർക്കാതെ ഈ ദിവസം കടന്നു പോകാൻ സാധിക്കില്ല. അവരെ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളെ. എന്തായാലും ആ 40 ധീര സൈനികരുടെ ചോര വീണ മണ്ണിൽ ഇന്ന് അനുസ്മരണ ചടങ്ങുകളുണ്ട്. എങ്ങനെയാണ്, എപ്പോഴാണ് ചടങ്ങുകൾ? രാഖി, അശ്വതി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ചൂണ്ടിക്കാട്ടിയതുപോലെ പുൽവാമയിൽ ഭീകരാക്രമണം നടന്നിട്ട് രാജ്യത്തിന് 40 ധീര ജവാന്മാരെ നഷ്ടമായിട്ട് ഇന്ന് 7 വർഷം തികയുകയാണ്. ഇന്ന് ഈ ദിവസത്തിൽ സൈനികരുടെ ജീവത്യാഗത്തെ, അവരുടെ പരമമായിട്ടുള്ള ത്യാഗത്തെ ഓർക്കാതെ കടന്നുപോകാൻ സാധിക്കില്ല. നിരവധി അനുസ്മരണ പരിപാടികൾ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പുൽവാമയിൽ തന്നെ, പുൽവാമയിലെ അവന്തിപ്പുരയിൽ ലത്പോറ മേഖലയിൽ വെച്ചാണ് CRPFന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റി ഭീകരാക്രമണം നടത്തിയത്. ആ സ്ഥലത്ത് ഈ സൈനികരെ ഓർമ്മിച്ചുകൊണ്ട്, അവരുടെയും ജീവത്യാഗം ഓർമ്മിപ്പിച്ചുകൊണ്ട് 2020 ഭീകരാക്രമണം നടന്ന 1 വർഷം പൂർത്തിയാകുമ്പോൾ അവിടെ സ്മാരകം തീർത്തിരുന്നു. ഈ 40 പേരുടെയും ചിത്രങ്ങളും അവരുടെ പേരുകളും ആലേഖനം ചെയ്തുകൊണ്ടുള്ള സ്മാരകം, അവിടെ അനുസ്മരണ പരിപാടികൾ നടക്കും. ഈ വീരമൃത്യു വരിച്ച 40 ജവാന്മാരിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. വയനാട് സ്വദേശി വസന്തകുമാർ ആയിരുന്നു അന്ന് ജീവത്യാഗം ചെയ്ത മലയാളി സൈനികൻ. കൂടാതെ ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഈ പുൽവാമയിൽ നമുക്കായി, രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുള്ള സൈനികരെ ഓർമ്മിക്കും, അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. ഒപ്പം ഈ വേളയിൽ ഭീകരവിരുദ്ധ പോരാട്ടം, ഭാരതത്തിൻ്റെ അഖണ്ഡതയെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭീകരവിരുദ്ധ പോരാട്ടം എത്രത്തോളം ഭാരതം ശക്തമാക്കുന്നു എന്നതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. പുൽവാമയ്ക്ക് ബലാക്കോട്ടിൽ എയർ സ്ട്രൈക്ക് നടത്തിക്കൊണ്ട് ഭാരതം തിരിച്ചടി നൽകി. പിന്നീട് ഇങ്ങോട്ട് ഭാരതത്തിന് നേരെ ഉയർന്ന ഒരു ചോദ്യത്തിനും, അല്ലെങ്കിൽ ഇത്തരത്തിൽ സൈനികരുടെയും സാധാരണക്കാരുടെയും ചോര വീഴ്ത്തിക്കൊണ്ട് നടന്ന ഒരു വെല്ലുവിളിക്കും മറുപടി നൽകാതെ കടന്നുപോയിട്ടില്ല. സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിലും, ഏറ്റവും ഒടുവിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും, അത്തരത്തിലുള്ള ഭീകരവിരുദ്ധ നടപടികളിലൂടെ രാജ്യത്തെ ഭീകരാക്രമണങ്ങളുടെ എണ്ണം
വലിയ രീതിയിൽ കുറയ്ക്കാൻ, അതിൽ ഏകദേശം 80% കുറവാണ് സാധാരണക്കാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ജീവനെടുത്തുകൊണ്ടുള്ള ഭീകരാക്രമണങ്ങളിൽ 2014 മുതൽ 2025 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ വന്നിട്ടുള്ളത്. അത്തരത്തിൽ ഭീകരവിരുദ്ധ നടപടികൾ ഭാരതം ശക്തമാക്കുന്നു. സൈനികപരമായി ഭാരതം ശക്തി നേടുന്നു. അതിന് പുൽവാമയിൽ വലിയ രീതിയിൽ ആ ഒരു ഭീകരാക്രമണം നടന്നതിന് ശേഷം അത്രയധികം സൈനിക ശാക്തീകരണത്തിന് അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ശക്തിക്കും പ്രതിരോധ മേഖലയുടെ കരുത്തിനും വേണ്ടി ഭാരതവും കേന്ദ്ര സർക്കാരും അത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. ഏതായാലും രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നത്തെ ഈ ഒരു ദിനം പുൽവാമയിൽ നമുക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി വീണ അല്ലെങ്കിൽ ജീവത്യാഗം ചെയ്ത ധീരന്മാരെ ഓർക്കാതെ കടന്നുപോകാൻ സാധിക്കില്ല. പുൽവാമയിലെ ലദ്പോറയിലെ സ്മാരകത്തിൽ പ്രത്യേക അനുസ്മരണം നടക്കുന്നുണ്ട്. കൂടാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പുൽവാമ ധീരന്മാർക്ക് വേണ്ടിയുള്ള അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. 2019 ഫെബ്രുവരി 14 ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന CRPFൻ്റെ 76-ാം ബറ്റാലിയൻ്റെ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഇടിച്ചു കയറ്റി ഭീകരാക്രമണം നടത്തിയത്. അതിന് നേതൃത്വം നൽകിയ ആ ചാവറുകൾ ആ സ്ഥലത്ത് വെച്ച് തന്നെ ഭീകരരെ വകവരുത്തി. തുടർന്ന് ജെയ്ഷെ മുഹമ്മദും ഒപ്പം പാകിസ്ഥാൻ കേന്ദ്രീകൃത ഭീകര സംഘടനകളുമാണ് പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് എന്ന് കണ്ടെത്തിയതോടുകൂടി രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ഇച്ഛാശക്തിയുടെ ഫലമായി ബലാക്കോട്ടിൽ അതിർത്തി കടന്നുകൊണ്ട് വ്യോമസേനയുടെ പോർ വിമാനങ്ങൾ ബലാക്കോട്ടിൽ മിന്നലാക്രമണം നടത്തിയിരുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ കൊടും ഭീകരൻ മൗലാന അസർ ഉൾപ്പെടെ 19 പേരെ പ്രതി ചേർത്തുകൊണ്ടായിരുന്നു ഏകദേശം 1500-ലധികം പേജുകളുള്ള ആദ്യ കുറ്റപത്രം NIA സമർപ്പിച്ചത്. തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ട് UN രക്ഷാസമിതി മസൂദ് അസറിനെ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചു. പിന്നീട് ഇങ്ങോട്ട് ഭീകരർക്ക് നേരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടമാണ് ഭാരതം നടത്തിവരുന്നത്. രാഖി, തീർച്ചയായും ജിഷ്ണു, അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇതിൽ മറന്നുകൂടാനാകാത്തൊരു പേരുണ്ട്, അഭിനന്ദ് വർദ്ധമാൻ. അന്ന് 60 ദിവസം, അതായത് ബലാക്കോട്ട് ഭീകരാക്രമണം നടന്നപ്പോൾ 60 ദിവസമാണ് പാകിസ്ഥാന്റെ മടയിൽ 60 മണിക്കൂറോളം തന്റെ ധൈര്യം ചോരാതെ നിന്നു. അദ്ദേഹത്തെ പിന്നീട് തിരിച്ച് ഭാരതത്തിലേക്ക് ഭാരതത്തെ ഭയന്നുകൊണ്ട് നമ്മുടെ സൈനികർ തിരിച്ച് എത്തിച്ചു. 14-ാം തീയതി ലോകമെമ്പാടും സ്നേഹത്തിന്റെ ദിനം ആചരിക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന ആ ഭീകര രാജ്യം, അവിടുത്തെ കൊടും ഭീകരവാദികൾ, തീവ്രവാദികൾ നമ്മുടെ ഭാരതത്തെ വേദനിപ്പിക്കാൻ വേണ്ടിയാണ് 40 ഭീകരരുടെ ജീവൻ അന്നെടുത്തത്. പക്ഷേ ഭാരതം അതിന് കൃത്യമായ മറുപടി ഇതാ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭാരതം പഴയ ഭാരതമല്ല എന്ന് ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ ലോകം മുഴുവൻ പിന്നീട് ഭാരതത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. നമ്മുടെ ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചെല്ലാം തന്നെ ലോകം ചർച്ച ചെയ്യുന്നതിന് ഉതകുന്ന രീതിയിൽ നമ്മുടെ ഭാരതം കാണിച്ചു കൊടുത്തു നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക, നമ്മളെ തൊട്ടാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ലോകം ചർച്ച ചെയ്ത ഒരു ചെറുവിരലാണെങ്കിൽ അത് ഒടിച്ചു വിടും. അത്രമേൽ ഭാരതം സ്ട്രോങ് ആയിരിക്കുന്നു. കാരണം ഓരോ ബജറ്റിൽ പോലും പ്രതിരോധത്തിന് വേണ്ടി അത്രമേൽ ഫണ്ടാണ് മാറ്റിവെക്കുന്നത്. പുതിയ പുതിയ ആയുധങ്ങൾ, എന്തിനേറെ പറയുന്നു, നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങൾക്ക് പോലും ലോക രാജ്യങ്ങളുടെ ക്യൂ ആണ്. അപ്പോൾ ഭാരതം എല്ലാ തരത്തിലും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാന് ഭാരതത്തിലേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത്രത്തോളം, അതുകൊണ്ടാണ് അവർ ഒളിഞ്ഞും മറ്റേ കടന്നു കയറിയുമൊക്കെ അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയുമൊക്കെ ഭാരതത്തെ നോവിക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ ആ ശ്രമങ്ങളെല്ലാം തന്നെ തച്ചു തകർക്കാൻ നമ്മുടെ ഭാരതത്തിന് കെൽപ്പുണ്ട്.